നമ്മളൊരു സാധാരണ മനുഷ്യനെന്നുള്ള നിലവാരത്തിൽ ജീവിക്കുന്നവരല്ല. നമ്മുടെ ഘടന തന്നെ, നമ്മുടെ ഗണം തന്നെ, കൈൻഡ് തന്നെ, നമ്മൾ ഏത് നിലയിലുള്ളവരാണെന്നുള്ളത് തന്നെ മാറി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ ശരീരത്തിലാണ് വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉള്ളതെന്താ? അത്യന്ത ശക്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സർപ്പാസിങ് പവർ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലൂടെ എല്ലാം പോകുമ്പോഴും നിരാശപ്പെടാതെ, തളർന്നു പോകാതെ അവരെ മുമ്പോട്ട് നയിച്ചതെന്ന് പറയുന്നത്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഓൾറെഡി ഉള്ളില് മൺപാത്രങ്ങളിൽ നിക്ഷേപമായിട്ട് ആത്യന്ത ശക്തിയുണ്ട്. ആ ആത്യന്ത ശക്തി എവിടെ വെളിപ്പെടണം എന്ന് അവർ ആഗ്രഹിച്ചത്? മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. മരിച്ചു പോകാൻ നിലവിൽ സാധ്യമായ ഒരു ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. അങ്ങനെ ക്രിസ്തുവിന്റെ ജീവൻ ആ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ മോർട്ടൽ ഇമ്മോർട്ടലായി മാറും. മർത്യത അമർത്യതയെ ധരിക്കുകയും, ഇത് മർത്യത അമർത്യതയെ ധരിക്കുമ്പോഴാണ് മരണം നീങ്ങി ജയം വന്നു എന്ന് ഇത് നിവൃത്തിയാകുന്നത്. അവസാനത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകണം. ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവം, അവിടെ ഇത് തിന്നതിനെ തുടർന്ന് രോഗം വന്നു എന്നോ അല്ല. അന്നു മുതൽ മനുഷ്യർ വ്യഭിചാരികളായി മാറിയെന്നോ, മോഷണക്കാരായി മാറിയെന്നോ, കൊലപാതകരായി മാറിയെന്നോ അല്ല. അന്നു മുതൽ മനുഷ്യരിൽ മരണം വ്യാപരിക്കാൻ തുടങ്ങി, അല്ലേ?